പിറന്നാളും പാൽപ്പായസവും കഥ കേൾക്കാം. പിറന്നാളിന് അമ്പലത്തിൽ പോയി പാൽപ്പായസം നേദിക്കണം. അമ്മ പറയും, ദേവൂട്ടിയെ ഇന്ന് പിറന്നാളാണ് കേട്ടോ, കുളിച്ച് അമ്പലത്തിൽ പോകാം. പറയേണ്ട താമസം ദേവൂട്ടി റെഡി. വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എന്നാലും അമ്മയുടെ കൈപിടിച്ച് നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ദേവൂട്ടി പായസം വാങ്ങി അമ്മയുടെ കൈപിടിച്ച് നടന്നു. വഴിയിലെ ഗോപുരപ്പൂക്കൾ അവളെ നോക്കി തലയാട്ടി. ഓ, അയപ്പുട്ടി അച്ചാച്ചൻ്റെ വീടെത്തി. ഇപ്പോ അമ്മ അവിടേക്ക് പോകും, ഉറപ്പാ. എൻ്റെ കണ്ണ, എനിക്ക് അവിടെ പോകണ്ട. ദേവുന് അവിടെ പോകണ്ട കണ്ണ, പക്ഷേ അമ്മയോട് പറയാൻ പേടിയാ. ദേവൂട്ടി, നമുക്ക് അയപ്പുട്ടി അച്ചാച്ചൻ്റെ വീട്ടിൽ പോകാം. കുറച്ച് പായസം അവിടുത്തെ അമ്മാമ്മയ്ക്ക് കൊടുക്കാം. എൻ്റെ പിറന്നാളല്ലേ. അമ്മ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. വലിയ അകത്തളം. അച്ചച്ചൻ ചാരുകസേരയിൽ ഇരിക്കുന്നു. അമ്മയും മോളും അമ്പലത്തിൽ പോയി വരാലേ. അവിടുത്തെ അച്ചാച്ചൻ്റെ മോൾ രാധവല്യമ്മയാണ്. അവർ ഇപ്പോൾ വന്നിട്ട് എൻ്റെ കവിളിൽ തട്ടും. ഹോ, ഒട്ടും ഇഷ്ടമല്ല. എന്നിട്ട് ഠോന്ന് ഞൊട്ടും. മുഖത്ത് ഇടതുഭാഗത്ത് വലിയ കാക്കപ്പുള്ളിയുള്ള രാധവല്യമ്മ. അമ്മ എന്തിനാണ് അവർക്ക് എൻ്റെ പിറന്നാളിന് പായസം കൊടുക്കുന്നേ? മനസ്സ് പലവട്ടം ചോദിച്ചു. അമ്മയോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. ദേവൂട്ടിയുടെ പിറന്നാളാ, പായസം അമ്പലത്തിലെയാ. കുറച്ച് ഇവിടെ തന്നിട്ട് പോകാമെന്ന് വെച്ചു. അമ്മയുടെ സ്ഥിരം ഡയലോഗ്. അമ്മമ്മ ചെറിയ ലോട്ട കൊണ്ടുവന്നു. മനസ്സ് പറഞ്ഞു, ലോട്ട എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രമാണേ. എൻ്റെ മനസ്സ് പറഞ്ഞു, അധികം ചെറിയല്ലേ ആ പായസപാത്രം. അമ്മമ്മ പറഞ്ഞു, ഇവിടെ 2 സ്പൂൺ മതി. ദേവൂട്ടിക്ക് കൊടുക്കൂ, അവളുടെ പിറന്നാളല്ലേ. ഓ, എൻ്റെ ശ്വാസം നേരെ വീണു. പായസപാത്രവുമായി ഞാനും അമ്മയും വീട്ടിലേക്ക്. കഥ കേട്ടവർക്കെല്ലാം നന്ദി. എല്ലാ പായസക്കൊതിയന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി.